എല്ലാവർക്കും സ്വാഗതം. ഈ നൈറ്റി കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെയല്ല ഞാൻ മടക്കിയിടുന്നത്. ഇതുണ്ട്, ഇതിപ്പോൾ ഇങ്ങനെയാണ് മടക്കിയിട്ടേക്കുന്നത്. ഇത് മടക്കിയിടുന്നതിന് വ്യത്യാസമുണ്ട്. പീസ് നീളത്തിൽ തന്നെ മടക്കും. ഇത് പൊക്കം കുറഞ്ഞവർക്കാണെങ്കിൽ നമ്മൾ ആദ്യം മടക്കിയിട്ടതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്യാനുള്ള തുണി കാണും. ഇല്ലെങ്കിൽ അങ്ങനെ മടക്കിയിട്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്യാനുള്ള തുണി ചിലപ്പോൾ കണ്ടെന്ന് വരികയില്ല. അതുകൊണ്ട് ഈ പീസ് അതായത് ഇതുകൊണ്ട് ഇതുപോലെ വരുന്ന രീതിയിലാണ് മടക്കുന്നത്. ഇതിൻ്റെ കട്ടിങ്ങിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കട്ടിങ് അവസാനം വരെ കണ്ടാലാണ് ഇത് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ മടക്കി കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ നൈറ്റിയുടെ ഇറക്കത്തിൻ്റെ കൂട്ടത്തിൽ ഒരു 3 ഇഞ്ച് കൂട്ടിയിടുമല്ലോ, അതിൻ്റെ കൂടെ വേറെ 2 ഇഞ്ചും കൂടെ കൂട്ടിയിടേണ്ടി വരും. അല്ലാതെ നമ്മൾ മടക്കുവാണെങ്കിൽ അതിനുള്ള പീസ് ഉണ്ടെങ്കിൽ നമുക്കല്ലാതെ മടക്കിയിട്ട് ഇത് കട്ട് ചെയ്യാം. പക്ഷേ അതിനുള്ള പീസില്ല, പൊക്കമൊക്കെ ഉള്ള ആളാണെങ്കിൽ അതുപോലെ മടക്കിയിട്ടാൽ കിട്ടില്ല. അപ്പം നമുക്ക് ഇതുപോലെ നൈറ്റിയുടെ പീസ് മടക്കിയിടണം. ഇതിന് കഴുത്തകലം 2.25 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഷോളർ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം ഇതിന് കഴുത്തിറക്കം ബാക്കിലെ കഴുത്ത് 2.5 ഇഞ്ചും ഫ്രണ്ടിലെ കഴുത്ത് 6 ഇഞ്ച് ഫ്രണ്ട് കഴുത്തും ബാക്കി കഴുത്ത് 2.5 ഇഞ്ചുമാണ് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം ആ 2.25 തന്നെ നമുക്കിവിടെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഇത് തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. 2.5 അടയാളപ്പെടുത്തി എടുക്കുന്ന ഇങ്ങനെ ഒരു വര കൊടുത്തുകൊണ്ട് നമുക്കിവിടെ ഒരു റൗണ്ട് കഴുത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് വെട്ടിക്കൊടുക്കാം. ഇവിടുന്ന് ഒരല്പം ചേരിച്ച് 1/2 ഇഞ്ച് ചേരിച്ച് ഈ കഴുത്ത് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. റൗണ്ടായിട്ടല്ല, ഇങ്ങനെയാണ് ആ കഴുത്ത് കൊടുക്കുന്നത്. ഷോളർ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്ന താഴേക്ക് കൈക്കുഴി ഒരു 7 കൈക്കുഴി ഒരു 7.5 ഇഞ്ച് വരെ അടയാളപ്പെടുത്തുകയാണ്. 7.5 ഇഞ്ച്. അപ്പോൾ ഇവിടെ 6.5 ഇഞ്ചും അതിനോടുകൂടി 1.5 ഇഞ്ചും കൂടെ കൂട്ടി 7.5 8 ഇഞ്ചിൻ്റെ അവിടെ ഇവിടെ നമുക്ക് ഒരടയാളം കൊടുക്കാം. അതായത് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ട് നീട്ടി അടയാളം കൊടുത്തതിന് ശേഷം ഇങ്ങനെ കുഴിച്ച് വെട്ടരുത്. ഇങ്ങനെ കുഴിക്കാതെ ഒരു ചെറിയ ഒരു ചെരിവ് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസിൻ്റെ ഇറക്കം ഇത് 9 ഇഞ്ചാണ്. പൊക്കം കുറഞ്ഞ ആളായതുകൊണ്ട് 9 ഇഞ്ച് മതി. ആ 9 ഇഞ്ച് നമ്മളിവിടെയും കൊടുക്കുന്നുണ്ട്. ഇവിടെ 9 ഇഞ്ച് കൊടുക്കുന്നു. ആ 9 ഇഞ്ചും ഈ 9 ഇഞ്ചും കൂടി നേരെ അങ്ങ് വരയ്ക്കുന്നു. നേരെ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുന്നു. അതവിടെ നിൽക്കുമ്പം നമ്മൾക്ക് കൈയാണ് വെട്ടുന്നത്. കൈയുടെ വണ്ണം 6.5 ഇഞ്ചാണ് കിട്ടേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 7.5 ഇഞ്ച് അങ്ങനെ അത് കൂട്ടിയിടുന്നു. ഇവിടെ 7 ഇഞ്ച് കിട്ടേണ്ടത് ഇടത്ത് ഞാൻ 1 ഇഞ്ചും കൂടെ കൂട്ടുന്നുണ്ട്, 8 ഇഞ്ച്. കാരണം ഇവിടെ ഒരു 1/2 ഇഞ്ച് ഞാൻ മടക്കി അടിക്കും, ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അങ്ങനെ 8 ഇഞ്ച് കൂട്ടിയിട്ടു. ആ 8 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടുന്ന് ഒരു 3 ഇഞ്ച്, അതായത് 8 ഇഞ്ച് ഇവിടെ വന്നിടത്തുനിന്ന് ഒരു 3 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് അവിടേക്ക് നമുക്ക് ഈ കൈ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അങ്ങനെ അവിടെ വരച്ചു. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇതൊന്ന് ജോയിൻ്റ് ചെയ്ത് വരയ്ക്കാം. ഇത് ഇങ്ങനെ. ഇനി കൈ അങ്ങ് നമുക്കൊന്ന് വെട്ടി അങ്ങ് മാറ്റാം. കൈ ഇങ്ങനെ വെട്ടി മാറ്റി ഇവിടെ വെട്ടുന്നത് നമ്മുടെ ബാക്ക് പീസ് വെട്ടുന്നില്ല. ഇവിടെ വെട്ടുമ്പോൾ ഈ നമ്മളിവിടെ 7.5 അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ചെരിച്ച് ഇതുപോലെ ഒന്ന് കൊടുക്കണം. ഇതുപോലെ ചെരിച്ച് കൊടുക്കണം. ഈ ഫ്രണ്ട് പീസിൻ്റെ ഇവിടെ മാത്രം ഇത് ബാക്ക് പീസിൽ കൂടെ വെട്ടുന്നില്ല. ഫ്രണ്ട് പീസ് മാത്രമാണ് ഇതുപോലെ കർവ് ചെയ്ത് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഫ്രണ്ട് പീസ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്യുവാണ്. ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വെട്ടുന്നത്. അതിപ്പോൾ ഫ്രണ്ട് പീസ് ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുവാണ്. ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി കൂട്ടി ഇവിടുന്ന് ഫ്രണ്ട് പീസ് മാത്രം നമ്മളങ്ങ് വെട്ടി മാറ്റി ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റുവാണ്. അതിനുശേഷം ഇവിടെ ആ ബാക്ക് പീസ് വരുമ്പം ഇത് 11 ഇഞ്ച് ഷോൾഡർ ഇവിടെ നമ്മൾ ആ ഫ്രണ്ട് പീസ് പോലെ തന്നെ ഇതെല്ലാം
ഇങ്ങനെ തന്നെ വരണം. ഇതുണ്ട് ഫ്രണ്ട് പീസ് പോലെ തന്നെ ഇതെല്ലാം വരുന്നു. ഇതെല്ലാം അതുപോലെ തന്നെ വന്നു. അതിനുശേഷം ഈ 11 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ 11 ഇഞ്ച്, ഈ 11 ഇഞ്ചിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നമ്മളിവിടെ വരെ ഈ ഒരു പോയിൻറ്റിലേക്ക് ഇങ്ങനെ വളച്ച് നമ്മൾ ഷേപ്പ് ചെയ്ത് ഇത് ഇങ്ങനെ കൊടുക്കണം. ഇത് നമ്മുടെ ബാക്ക് പീസാണ്. ബാക്ക് പീസിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പീസ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. കണ്ടോ, ഇവിടം കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ബാക്ക് പീസ് കഴുത്തൊക്കെ നമ്മൾ അതുപോലെ തന്നെ വെട്ടിയെടുക്കും. ബാക്ക് പീസിൻ്റെ കഴുത്തും ഫ്രണ്ട് പീസിൻ്റെ കഴുത്തും കൂടെ ഒന്നിച്ച് ഇപ്പം വെട്ടിയത്. ഫ്രണ്ട് പീസിൻ്റെ കഴുത്ത് വെട്ടിയിട്ടില്ല, അത് ഇവിടെ വെട്ടാനുണ്ട്. ബാക്ക് പീസ് അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇതിങ്ങനെ മുകളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തയ്ച്ച് വരും ബാക്കി കാണാൻ നല്ല രസമുണ്ടാവും. അതായത് ഫ്രണ്ട് പീസ് നല്ലപോലെ ഈ ഫ്രണ്ടിൽ നിന്ന് തന്നെ നല്ല ചുറിച്ചിൽ നിൽക്കും, ബാക്കി പീസ് നല്ലപോലെ ഇറങ്ങി നല്ല ഇതായിട്ട് നിൽക്കും. അപ്പോൾ ഈ പീസിൻ്റെ ബാലൻസാണ് നമ്മളിനി ഇങ്ങനെ എടുക്കുന്നത്. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി നമ്മുടെ പീസുകൾ ഇങ്ങോട്ടൊന്ന് വലിച്ചിട്ടു. അപ്പം ബാക്ക് പീസ് വെട്ടിയെടുത്തത് ഈ പീസിൽ നിന്നാണ് നമ്മൾ ബാക്ക് പീസ് മുകൾ ഭാഗം വെട്ടിയെടുത്തത്. അത് 2 ഇഞ്ച് താന്നാണ് നിൽക്കുന്നത്. ഇത് അതിനോട് കയറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് പീസുമാണ്. അപ്പോൾ ഇനി വെട്ടിയെടുക്കുന്നത് എന്നാന്ന് ചോദിച്ചെന്നാൽ ഇവിടെ നമ്മൾ ഒരു 9 ഇഞ്ച് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതുകൊണ്ട് അതിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്കാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇതുണ്ട് 1 ഇഞ്ച് മുകളിലേക്കാണ് നിൽക്കുന്നത്. ആ ഒരു മുകളിലേക്ക് നിൽക്കുന്നത് അവിടത്തേട്ട് തന്നെ ഇവിടുന്ന് ഇതിങ്ങനെ ഫ്രണ്ട് പീസ് ഇങ്ങോട്ട് ചെരിച്ച് ഷേപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു. ബാക്കി ഇവിടുന്ന് ഇങ്ങനെ ഞുറിച്ചിലിട്ട് പോകും. അതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ തന്നെ കൊടുക്കുന്നു. അതിനുശേഷം ഈ കൈക്കുഴിയുടെ അളവ് ഇതിൽ ഇങ്ങനെ വന്നതിൻ്റെ ബാലൻസ് വന്ന ഈ അളവ്, അതായത് ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് മൊത്തം വന്നത് 9.5 ഇഞ്ചാണ്. ഇവിടെ ഒരു ഇഞ്ച് 9.5 ഇഞ്ചാണ്. അതിനേക്കാളും കൂടി ഒരു 10 ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ കിട്ടുന്ന അളവ് ഉണ്ട് 8 ഇഞ്ചാണ് ഇവിടെ നിലവിൽ വന്നേക്കുന്നത്. 8ൻ്റെ കൂട്ടത്തിൽ ബാക്കി 2.5 ഇഞ്ചും കൂടെ വരുന്ന രീതിയിലാണ്. അത് തയ്യൽ തുമ്പ് കുറയണം. ഇതെല്ലാം കൂടെ കൂട്ടി ഒരു അതായത് 8 1 1 2 2.5 അതായത് 2.5 ഇഞ്ച് വരുന്ന രീതിയിൽ ഇതിങ്ങനെ ഒന്ന് ചെരിച്ച് നമ്മൾ ഇവിടെ അങ്ങോട്ട് ഷേപ്പ് ചെയ്യും. ഇങ്ങനെ ഷേപ്പ് ചെയ്യും ഇവിടെ. അതിനുശേഷം ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പീസാണ്. ഇപ്പം നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് പീസ്. ഇതിനടിയിൽ ബാക്ക് പീസ് കിടപ്പുണ്ട്. അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാക്ക് പീസ് ഇതുണ്ടോ ഇവിടെ 2 ഇഞ്ച് താന്ന് വയ്ക്കുക, അതിങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ നിൽക്കുന്ന പീസ് ഇത് ഇവിടെ നിന്ന് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളിവിടെ ഒരു 2 ഇഞ്ച് താത്ത് വെട്ടിയിട്ടുണ്ടല്ലോ, അവിടേക്ക് ഈ ബാക്ക് പീസ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നൈറ്റിയുടെ ഇറക്കം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഈ ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യണം. ഇനി നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് 2 സൈഡിലേക്കും നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ ഞുറിവൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നൈറ്റ് കട്ട് ചെയ്ത് ഇട്ട് വരുമ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ഭാഗം നല്ലപോലെ ഇറങ്ങി, അതായത് നമ്മുടെ മുതുകത്ത് കയറി ഞുറിവ് നിൽക്കാത്ത രീതിയിൽ ഇത് വളരെ ഭംഗിയായിട്ട് കിടക്കും. പക്ഷേ ഇത് മുകളും താഴെയും ഒരുപോലെ അതിലൊന്നും തൂങ്ങിയൊന്നും കിടക്കില്ല. അടിവശത്ത് വരുമ്പോൾ എല്ലാ ഭാഗവും നല്ല കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ വെട്ടിയെടുത്താൽ നിൽക്കും. ഇനി നമ്മുടെ നൈറ്റിയുടെ ഇറക്കം 49 ഇഞ്ചാണ്. നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാൽ മതി. 3 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാൽ മതി. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ഇത് ഒന്നിച്ച് വെട്ടുന്ന വേറൊരു രീതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പോരാ. ഇതിപ്പം 3 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടാൽ മതി. 45 ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ എക്സ്ട്രാ ഇതൊന്നിച്ചിട്ട് ഒരുപോലെ വെട്ടിയെന്നെങ്കിൽ ബാക്ക് പീസ് ആദ്യം വെട്ടിയെടുക്കണം. അങ്ങനെ വെട്ടുവാണെങ്കിൽ 3ൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി 5 ഇഞ്ച് കൂട്ടിയിടണം. ഇങ്ങനെയാണ് വെട്ടിയെടുക്കുന്നെങ്കിൽ 3 ഇഞ്ച് തന്നെ നമ്മൾ കൂട്ടിയിട്ടാൽ മതി. ഇതുപോലെ വെട്ടിയെടുത്താൽ നൈറ്റ് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് പീസ് കാണും, ഫ്രണ്ട് ഭാഗം നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. ബാക്ക് ഭാഗം വരുന്നോടെ ഈ നല്ലപോലെ നമ്മുടെ മുതുകത്ത് കയറി നിൽക്കുന്ന താഴെ ഇറങ്ങി നല്ല വിടർന്ന്
നിൽക്കുകയും ചെയ്യും. ഇനി നമുക്ക് സാധാ നൈറ്റി തയ്ക്കുന്ന പോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ ഞുറിവൊക്കെ ഇട്ട് കൊടുത്ത് തയ്ച്ചെടുത്താൽ മതി. നമുക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.